സാഹിത്യ ക്ലബ്ബ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഒരു മാഗസിൻ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിലുള്ള magazine.ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ടേബിൾ ഓഫ് കോണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേതം ഉപയോഗിച്ച് മാഗസിനിൽ ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുക. മാഗസിൻ്റെ 2-ാം പേജിലാണ് ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തേണ്ടത്. സൂചന: കവികളുടെ പേരുകൾക്ക് ഹെഡിങ് 2 എന്ന സ്റ്റൈൽ നൽകുക. കവിതകളുടെ പേരുകൾക്ക് ഹെഡിങ് 3 എന്ന സ്റ്റൈൽ നൽകുക. പൂർത്തിയായ മാഗസിൻ സേവ് ചെയ്യുക. A magazine prepared by Sahitya Club students is given in the file magazine.ott in the exam documents folder in Home. Open this file in LibreOffice Writer and insert a table of contents using the table of contents and index option. The table of contents should be included on the second page of the magazine. Give heading 2 style to the name of poets given in green. Apply style heading 3 to names of the poems in purple. Save the magazine to extend folder in Home. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലുള്ള magazine.ott എന്ന ഫയൽ തുറക്കുന്നു. ഇതിൽ ചെയ്യുവാൻ പറഞ്ഞിട്ടുള്ളത് പച്ച നിറത്തിൽ നൽകിയിട്ടുള്ള കവികളുടെ പേരുകൾക്ക് ഹെഡിങ് 3 എന്ന സ്റ്റൈൽ നൽകുക എന്നതാണ്. രവീന്ദ്രനാഥ ടാഗോർ എന്ന കവിയുടെ പേര് സെലക്ട് ചെയ്തു. സ്റ്റൈൽ ബോക്സിൽ നിന്നും അതിന് ഹെഡിങ് 2 എന്ന സ്റ്റൈൽ നൽകുന്നു. അടുത്തത് ഇവിടെ വില്യം ഷേക്സ്പിയർ എന്ന കവിയുടെ പേര് സെലക്ട് ചെയ്തു. അതിനും ഹെഡിങ് 2 എന്ന സ്റ്റൈൽ നൽകുന്നു. പാബ്ലോ നെരൂദ എന്ന അടുത്ത കവിയുടെ പേര് സെലക്ട് ചെയ്യുന്നു. ഹെഡിങ് 2 എന്ന സ്റ്റൈൽ അതിനും നൽകുന്നു. അടുത്തതായി കവിതകളുടെ പേര് സെലക്ട് ചെയ്യുന്നു. അതിന് ഹെഡിങ് 3 എന്ന സ്റ്റൈൽ നൽകുന്നു. അടുത്ത കവിത സെലക്ട് ചെയ്യുന്നു. അതിനും ഹെഡിങ് 3 എന്ന സ്റ്റൈൽ നൽകുന്നു. എല്ലാ കവിതകളും ഇതുപോലെ സെലക്ട് ചെയ്ത് അതിനൊക്കെ ഹെഡിങ് 3 എന്ന സ്റ്റൈൽ നൽകുന്നു. ഇങ്ങനെ സ്റ്റൈലുകൾ നൽകിയാൽ മാത്രമേ ഉള്ളടക്ക പട്ടിക ലഭ്യമാവുകയുള്ളൂ. നമ്മൾ കൊടുക്കുന്ന സ്റ്റൈലുകൾക്കനുസരിച്ച് ആയിരിക്കും ഉള്ളടക്ക പട്ടിക ലഭ്യമാവുന്നത്. ഇപ്പോൾ ഏതാണ്ട് എല്ലാത്തിനും സ്റ്റൈലുകൾ നൽകിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളടക്ക പട്ടിക നിർമ്മിക്കാവുന്നതാണ്. 2-ാമത്തെ പേജിലാണ് ഇൻഡെക്സ് ടേബിൾ അഥവാ ഉള്ളടക്ക പട്ടിക ചേർക്കാൻ പറഞ്ഞിട്ടുള്ളത്. 2-ാമത്തെ പേജിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ഇൻസർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ടേബിൾ ഓഫ് കോണ്ടന്റ് ആൻഡ് ഇൻഡെക്സ് എന്നതിന് നേരെ ടേബിൾ ഓഫ് കോണ്ടന്റ്സ് ഇൻഡെക്സ് ഓർ ബിബ്ലിയോഗ്രാഫി എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. വേറെ കൂടുതലൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇൻഡെക്സ് ടേബിൾ വന്നു കഴിഞ്ഞു. ഇനി ഇത് സേവ് ചെയ്യുക. അതിനായി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ എക്സാം 10 ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ ഫയലിന് പേര് നൽകുന്നു. ഇനി സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. നമ്മുടെ രജിസ്റ്റർ നമ്പർ പ്രകാരം ഫയൽ സേവ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു.